ഇന്ന് ഞാനൊരു ഇലത്തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചീനിക്കിഴങ്ങെന്നും മധുരക്കിഴങ്ങെന്നും ഒക്കെ പറയത്തില്ലേ, അതിൻ്റെ ഇല കൊണ്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇല എടുത്തിട്ടാണ് തോരൻ വയ്ക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കൊള്ളാവോ എന്ന് എല്ലാവർക്കും സംശയമാണ്. പക്ഷേ ഇത് നല്ല സാധനമാണ് തോരൻ വെച്ച് കഴിക്കാനായിട്ട്. നമ്മൾ ചീരയിലൊക്കെ പറിച്ച് തോരൻ വയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ ഇരിക്കുവാണ്. ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മാർക്കറ്റുകളിലൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുടഞ്ഞൊക്കെ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തറയിൽ തന്നെ പടർന്ന് കിടക്കുമല്ലേ, അപ്പം മണ്ണും പൊടിയൊക്കെ കാണും. പിന്നെ പുഴുവോ വണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഒടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് ഒരരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരണം. ഞാനിവിടെ ഇലയൊക്കെ കഴുകിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇല മാത്രം, ഇതിന് തണ്ട് ഞാൻ എടുക്കത്തില്ല കേട്ടോ, ഇതിൻ്റെ ഇല മാത്രമേ എടുത്താണ് തോരൻ വയ്ക്കുന്നത്. ഇതാ ഇതുപോലെ ആ ഇല ഇങ്ങ് അടർത്തിയെടുത്താൽ മതി. അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചീരയൊക്കെ അരിയത്തില്ലേ തോരത്തിന്, അതുപോലെ തന്നെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതിയേ. ഇതാ ഇതുപോലെ നമുക്ക് ഇലയിങ്ങ് അടർത്തിയെടുക്കാം. അടർത്തിയെടുത്തിട്ട് നമുക്ക് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ ചീരത്തോരനൊക്കെ എങ്ങനെ അരിയുന്നോ അതുപോലെ തന്നെ. ഇതിനൊരു കമർപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ ചീരത്തോരൻ വയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. കണ്ടോ, ഇത് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. ഇതിന് ഞാനൊരു അരപ്പ് തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ചീനിക്കിഴങ്ങിൻ്റെ ഇല ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്കത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി അതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചീനിക്കിഴങ്ങിൻ്റെ ഇലയില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലത്തോരനൊക്കെ വയ്ക്കുമ്പോൾ ഉപ്പ് കുറച്ചിടുക. കാരണം ഇത് പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും. കാണുന്ന അത്രയും കാണത്തില്ല വാടിക്കഴിയുമ്പോഴേ. അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ. പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, ആ അരപ്പും കൂടി ഇട്ടൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുക്കാം. കാരണം ഇത് അരപ്പും കൂടി ഒന്ന് വേകണം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഇളക്കി കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്ത്, കണ്ടോ, ആ തേങ്ങയുടെ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി ഇതിനകത്തൊരു ബൗളിനകത്തേക്ക് നമ്മൾ കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചീനിക്കിഴങ്ങൊക്കെ മിക്ക വീടുകളിലും ചീനിക്കിഴങ്ങൊക്കെ കാണും. അതിൻ്റെ ഇല എടുത്തിട്ടൊന്ന് തോരൻ വെച്ചിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുതേ. അപ്പം നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.